സോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫ്ലൈറ്റുകളെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഫ്ലൈറ്റിലൊന്ന് യാത്ര ചെയ്യണമെന്ന്. ഏതൊരാളുടെ ആഗ്രഹമായിരിക്കും, ഏതൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമായിരിക്കും ഫ്ലൈറ്റിലൊന്ന് യാത്ര ചെയ്യണമെന്ന്. നമുക്കിപ്പോൾ മറ്റ് കൺട്രീസുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോകാൻ ഫ്ലൈറ്റിനെ തന്നെ ആശ്രയിക്കണം. നമുക്കിപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ നോർമലി ഒരു മനുഷ്യന് എക്കണോമിക് ക്ലാസ് വേണം. അതായത് ഏതൊരു സാധാരണ ആൾക്കാർക്കും നോർമലി നമുക്ക് ആശ്രയിക്കുന്നത് എക്കണോമിക് ക്ലാസ് ആയിരിക്കും. ഇനി അതല്ല, ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ, കുറച്ചുകൂടി പണമുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് ഒക്കെ നമുക്ക് യാത്ര ചെയ്യാം. അത് കുറച്ചുകൂടി ആഡംബരമായിട്ടുള്ളൊരു യാത്ര ആയിരിക്കും. അങ്ങനെ ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നറിയപ്പെടുന്ന ഒരു 5 ഫ്ലൈറ്റുകളെ കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് വേറൊരു ഫ്ലൈറ്റല്ല, ആകാശത്തോടെ പോകുന്ന വേണമെങ്കിൽ ഒരു കൊട്ടാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിലെ ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ നമുക്ക് പരിചയപ്പെടാം. ബോയിങ് 787 ഡ്രീം ലൈനർ BBJ എന്ന് പറയുന്നൊരു ഫ്ലൈറ്റാണ്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു നോർമലി ഫ്ലൈറ്റുമായിരിക്കും നമുക്ക് തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ള ഒരു വിസ്മയം, അതായത് ഒരു മാജിക്. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ ചെന്നാൽ എങ്ങനെയായിരിക്കും നമുക്ക് തോന്നുക, അതുമാതിരിയുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ. 10 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ്. എല്ലാവർക്കും പ്രൈവറ്റ് ബെഡ്റൂം, അതുമാതിരി പ്രൈവറ്റ് ഡൈനിങ് ഏരിയ, പ്രൈവറ്റ് ബാത്റൂം, അങ്ങനെ എല്ലാം അടങ്ങിയൊരു പാലസാണ് ഈ ഒരു ഫ്ലൈറ്റ്. ഈ ഒരു ഫ്ലൈറ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. 15,000 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായിട്ട് പറക്കാൻ സാധിക്കുന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫെസിലിറ്റീസും കൂടിയാണ്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഫ്ലൈറ്റ് ആരുടേതായിരിക്കുന്നല്ലേ? റഷ്യയിലുള്ള ഒരു കോടീശ്വരൻ്റെ ഫ്ലൈറ്റാണ്. അത് ആരാന്നതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്കിതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം $3,204 മില്യൺ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ലിസ്റ്റിലെ 2ാമത്തെ ഫ്ലൈറ്റാണ് എയർബസ് ACJ350. ഇത് ജർമ്മൻ പ്രസിഡൻ്റായ ഫ്രാങ്ക് വാൾട്ടറിനും അതുമാതിരി അവരുടെ റോയൽ ഫാമിലിക്ക് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റാണ്. ആഡംബരത്തിൻ്റെ ഒക്കെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ നമുക്ക് മാറി നിൽക്കും. ഒന്നും അല്ല. നമുക്കൊരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോവും ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുകയാണെങ്കിൽ. കാരണം അത്രക്കും അൾട്രാ ലക്ഷറിയാണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ അവർ ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാവർക്കും പ്രൈവറ്റായിട്ട് ബെഡ്റൂംസ്, അതുമാതിരി തന്നെ ഡൈനിങ് ഹാൾ, മീറ്റിംഗ് ഹാൾ, അത് എല്ലാം തന്നെ ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്ലൈറ്റിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഏകദേശം $400 മില്യൺ ആണ് ഈ ഒരു ഫ്ലൈറ്റിന് പ്രൈസ് വരുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ ഒരു ഫ്ലൈറ്റിനൊക്കെ ഇത്രയും പ്രൈസ് വരുമെന്നുള്ളത്. ഇതാണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന 3ാമത്തെ ഫ്ലൈറ്റ്, ബോയിങ് 7478 VIP എന്ന് പറഞ്ഞ ഫ്ലൈറ്റ്. ഇത് ഖത്തർ റോയൽ ഫാമിലിയുടെ ഫ്ലൈറ്റാണ്. അവർക്ക് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റാണ്. ഇതിനും ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതായത് അൾട്രാ ലക്ഷറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അൾട്രാ ലക്ഷറി എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ മോനെ വേറെ ലെവലാണ്, പക്കയാണ്, ഒന്നും പറയാനില്ല. അത്രക്കും അൾട്രാ ലക്ഷറി ഫീച്ചേഴ്സ് വരുന്നതാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പ്രൈവറ്റായിട്ടുള്ള ബെഡ്റൂം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം ഇതിലും ഉൾപ്പെടുന്നുണ്ട്. മീറ്റിംഗ് ഹാൾ, ഡൈനിങ് ഹാൾ, പ്രയർ റൂം, അങ്ങനെ തുടങ്ങിയ എല്ലാം നമ്മളൊരു പാലസിൽ കിട്ടുന്ന എല്ലാം നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിന് കിട്ടും. അതും കൂടിയാണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിനി ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം $450 മില്യൺ ആണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് വരുന്ന പുലിക്കുട്ടി എന്ന് പറയുന്ന ഫ്ലൈറ്റ്. അതായത് സൗദി ഫാമിലിയിലെ അൽ വലീൽ ബിൻ തലാൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റാണ് നമുക്ക് ലോകത്തിൽ തന്നെ എക്സ്പെൻസീവായ ഫ്ലൈറ്റുകൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫ്ലൈറ്റ്, എയർബസ് A380 എന്ന് പറയുന്ന ഫ്ലൈറ്റ്. ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു അൾട്രാ ലക്ഷറി ലൈഫാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫ്. റിച്ച് മാൻ എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും വലിയ വേറെ എന്തെങ്കിലും നമുക്ക് പറയേണ്ടി വരും. വലിയ വലിയ പാലസ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനും വലുത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും പറയാനുള്ളത്. അത്രക്കും അൾട്രാ ലക്ഷറി ലൈഫാണ് ഇദ്ദേഹത്തിൻ്റേത്. ഇദ്ദേഹത്തിൻ്റെ കാറുകളുടെ കളക്ഷൻ ആണെങ്കിൽ പോലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അത്രയധികം കാറുകളുണ്ട് ഇദ്ദേഹത്തിന്. അതുമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫാണെങ്കിലും എല്ലാം അത്രയും അൾട്രാ ലക്ഷറി റിച്ചാണ് ഇദ്ദേഹം. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്രക്കും അൾട്രാ ലക്ഷറി, അത്രക്കും അൾട്രാ റിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫ്ലൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് കാണുമ്പോഴാണെങ്കിലും അകത്തുനിന്ന് കാണുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടും.
കാരണം ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ പല ഇൻറ്റീരിയർ ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത് ഗോൾഡ് കൊണ്ടാണ്. ഇതിൽ മറ്റൊന്നും കൂടിയുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട സ്പാ, അതുമാതിരി തന്നെ ബിവറേജുകൾ, അതുമാതിരി തന്നെ അൾട്രാ ലക്ഷറി ഹോസ്പിറ്റലുകൾ, അതെല്ലാം നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെ കിട്ടും എന്നുള്ളതും വേറൊരു പ്രത്യേകതയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്ന ഒരു കാര്യം. ഏകദേശം $600 മില്യൺ ഈ ഒരു ഫ്ലൈറ്റിന് വില വരുന്നത്. അതായത് ഇലോൺ മസ്കിൻ്റെ കയ്യിലുള്ള ആസ്തി ഏകദേശം $750 മില്യൺ ആണ്. അതിൽ $600 മില്യൺ ഒരു ഫ്ലൈറ്റിന് വേണ്ടി ചിലവാക്കുക എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അത്രക്കും അൾട്രാ ലക്ഷറിയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൈവറ്റ് ജെറ്റൊക്കെ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് കാലമായിരിക്കും ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുക? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.